മറ്റാരുണ്ട് LDF അല്ലാതെ? എറണാകുളം ജില്ലയിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആലുവ. അത് AM ആരിഫ് ആലപ്പുഴയിൽ നിന്നും ആലുവയിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു മത്സരത്തിലേക്ക് എത്തിയത്. എങ്ങനെയുണ്ട്, ഒരു സാധ്യത എങ്ങനെയാണ് കാണുന്നത്? ഈ മണ്ഡലം LDF ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. ഈ ആലുവയുടെ ഐശ്വര്യമായി മാറാൻ AM ആരിഫ് എന്നാണ് കാണുന്നത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് എന്തുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്? അതായത് ഇവിടെ ഈ കഴിഞ്ഞ 3 ടേമായി ഇവിടുത്തെ സിറ്റിംഗ് MLA സാധാരണ നമ്മുടെ ഒരു വർഷം ഒരു 6 കോടി രൂപ MLA ഫണ്ട് കിട്ടുമല്ലോ. 5 കോടി അസറ്റും 1 കോടി പിന്നെ നമ്മുടെ MLA ഫണ്ടും. അപ്പം അതുകൊണ്ട് ചെയ്യാവുന്ന ചെറിയ പെറ്റി വർക്കുകളൊക്കെ ഉണ്ടല്ലോ. റോഡ് ഇങ്ങനെ ഈ എന്തെങ്കിലുമൊക്കെ മൈമാസ് ലൈറ്റ്, പിന്നെ കല്യാണ വീടും മരണ വീട്ടിലും പ്രത്യേകമായിട്ട് പ്രസൻസ് അറിയിക്കും. ഈ ഒരു ലോവർ ലെവലിൽ നിന്നുള്ള, അതായത് അതിനപ്പുറത്തേക്ക് ഒരു വിഷനില്ല. ആ വിഷനില്ലായ്മ നമ്മുടെ ഇവിടുത്തെ ഉള്ള ഒരു പിന്നെ പബ്ലിക്കിന് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള സ്ഥലം ആലുവയാണ്. അപ്പോൾ ഒരു എലിവേറ്റഡ് പ്രപ്പോസൽ പോലും ഇപ്പം നമ്മൾ അരൂർ മുതൽ തുറവൂർ മുതൽ അരൂർ വരെ എലിവേറ്റഡ് ഹൈവേ ഉണ്ട്. അതിന് കണ്ടിന്യൂഷൻ ആയിട്ട് ഇപ്പോൾ എടപ്പള്ളി വരെ വരികയാണ്. എടപ്പള്ളിയിലല്ല വേണ്ടത്, നെടുമ്പാശ്ശേരി വരെയാണ് വേണ്ടത് എന്ന് പറയാൻ പോലും ഒരു ആരില്ല. വിഷനില്ലാത്തതുകൊണ്ടാണ് ഇത് വരാത്തത്. ഇപ്പോൾ തന്നെ ഈ കുടിവെള്ളം 15 വർഷമായി. ഇപ്പം ഞാൻ ചെല്ലുന്നിടത്തെല്ലാം, ഇന്ന് രാവിലെ ഒരു കോളനിയിൽ ഇറങ്ങിയത് കാഞ്ഞൂർ, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തന്നാൽ മതി. ഇതൊക്കെ 20 കൊല്ലം മുമ്പ് ഞാൻ അരൂർ MLA ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ജപ്പാൻ കുടിവെള്ളം പദ്ധതി നടപ്പിലാക്കി മുഴുവൻ പേർക്കും വെള്ളമായി. ഇങ്ങനെ ഒരു വിഷൻ വേണ്ടേ? ആ വിഷൻ നമ്മൾ ചെറിയ എമൗണ്ട് ഒന്നും ചെയ്യുന്നതല്ല, 550 കോടി രൂപയൊക്കെയാണത് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ നമ്മുടെ ചെറുകിട പരിപാടിയായിട്ട് MLA കഴിഞ്ഞുകൂടുകയാണ്. ചെറുകിട പരിപാടി, അത് ഞാൻ മാത്രം പറയുന്നതല്ല, പബ്ലിക്കിൻ്റെ ഒരു പൊതു ഒപ്പീനിയനായിട്ട് അത് വന്നു. പിന്നെ എങ്ങനെ തുടർച്ചയായിട്ട് ജയിക്കുന്ന ചില കൂട്ടുബന്ധങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഒരു ബേസ് ഉണ്ടല്ലോ, ആ ബേസും പ്ലസ് ഈ ബന്ധങ്ങളും വെച്ചിട്ടാണ് ഇങ്ങനെ ജയിച്ചു വന്നുകൊണ്ടിരുന്നത്. അതായത് ഒരു ഒപ്പോണൻ്റ് എന്ന നിലയിലേക്ക് നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രൂപത്തിലേക്കുള്ളൊരു സ്ട്രോങ് ഒപ്പോണൻറ്റിനെയും പ്ലേസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഇച്ചിരി പുറകോട്ട് പോയി. കാര്യം സ്വതന്ത്ര പരീക്ഷണമായിരുന്നു കുറേ. അപ്പോൾ സ്വതന്ത്ര പരീക്ഷണം വിട്ട് പാർട്ടി ഒരു ഗൗരവത്തിൽ കാണുന്നു LDF എന്ന് കണ്ട കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ ഇത്തരം ഈ ശൈലി മാത്രം വെച്ചുകൊണ്ട് ആലുവയ്ക്കുള്ള ഒരു സാധ്യതാ ഡെവലപ്മെൻറ്റ് വരുന്നില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം വരാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാവരും നല്ലൊരു മാറ്റം, എല്ലാ സ്ഥലങ്ങളും നല്ല മാറ്റം മാറണം എന്ന് ആളുകൾ പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും ആരും മാറിയേ പറ്റുമെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ സ്വതന്ത്ര പരീക്ഷണം നടത്തുമ്പോഴും വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ജയിക്കുകയാണെങ്കിൽ എങ്ങനെ ഒരു ഭൂരിപക്ഷമാണ് കാണുന്നത്? എങ്ങനെയാണെങ്കിലും നല്ലൊരു എബവ് 10,000 ഭൂരിപക്ഷം എന്തായാലും ഉണ്ടാവും. 10,000 മുകളിൽ ഭൂരിപക്ഷത്തിൽ ആലുവ LDF ജയിക്കും. ഒരു സംശയക്കാരത് എനിക്കില്ല. അത് നമ്മളൊരു ആവേശത്തിന് പറയാണോ അതോ കൃത്യമായ? ഞാൻ 3ാമത് അരൂരിൽ ജയിക്കുന്ന സമയത്ത് എന്നോട് മാതൃഭൂമി പത്രം ഒരു ഇത് വെച്ചിരുന്നു, സമ്മാനം. ഭാര്യമാരോടെ ചോദിക്കും, ഭർത്താക്കന്മാരല്ല, മത്സരിച്ച സ്ഥാനാർത്ഥിയല്ല, ഭാര്യമാരിൽ നിന്ന് എങ്ങനെ അവർ കമൻറ്റ് ഇതെടുത്തു, എത്ര ഭൂരിപക്ഷം കിട്ടുമെന്ന്. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു എത്ര കിട്ടുമെന്ന് പറയണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിക്കുമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അത്രയൊക്കെ പറയണ, ഇച്ചിരി അഹങ്കാരമല്ലേ അത്. ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പറ എന്ന് പറഞ്ഞു. അവൾ 40,000 പറഞ്ഞു. സമ്മാനം കിട്ടി അവൾക്ക് 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. പൾസ് കണ്ടാൽ നമുക്കറിയാം. ഓരോ ഇലക്ഷനിലും മത്സരിക്കുമ്പോൾ ഇത്ര കിട്ടും 5 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അല്ലേ? അതെ. ഏതായാലും മറ്റൊന്ന്, അങ്ങയുടെ നാട്ടിൽ G. സുധാകരൻ ഒരു വശത്ത് നിൽക്കുകയാണ്. അത് എങ്ങനെയാണ് കാണുന്നത്? നേരത്തെ ഒരു പരാമർശത്തിൽ പറയുന്നുണ്ട് ആരിഫ് തോക്കുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോയി പ്രസംഗിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കൂട്ടത്തിൽ അല്പമെങ്കിലും സഹതാപവും കരുണയുള്ള അങ്ങയോടാണെന്ന് തോന്നുന്നു വിമർശനങ്ങൾ. അല്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുകയും അദ്ദേഹത്തോട് വിമർശനങ്ങളും ഉണ്ടാകുന്നുണ്ട്. പരസ്യമായും ഒക്കെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. എന്നാലും ആ സമയത്തൊക്കെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളു നല്ലതല്ലായിരുന്നു. പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്ത് പോയി പ്രസംഗിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയാണ്. ഞാൻ പിന്നെ അതൊരു കോൺട്രവേഴ്സി ആക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ആ സമയത്തും അങ്ങേക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. അതെ, സംസാരത്തെ കാര്യത്തിൽ KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്ന് ഇവിടെ നിന്ന് മത്സരിക്കുന്നതിന് ചോദ്യം ചെയ്യരുതെന്നാണ് പുള്ളി പറയുന്നത്. പാർലമെൻറ്റിൽ അദ്ദേഹം 2.5 കൊല്ലം ബാക്കിയുള്ളത് BJPക്ക് കൊടുത്തിട്ട് ഇവിടെ വന്ന് മത്സരിക്കുന്ന ഒരു വലിയ വിഷയമായി നമ്മുടെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടല്ലോ. അപ്പോൾ അത് പറയരുതെന്നാണ് പുള്ളിയുടെ വെർഷൻ. അത് പുള്ളി പറഞ്ഞില്ല, അതിനെ പ്രകീർത്തിച്ച് പറഞ്ഞു. അപ്പോൾ മനസ്സ് KCയുടെ കൂടെയും
എന്താ പറയുക ശരീരം ഇവിടെയായിപ്പോയി. അതിനെക്കുറിച്ച് പാർട്ടിക്കാർക്കെല്ലാം അന്നേ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹം പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് അങ്ങനെ എല്ലാവരും വിട്ടു. അതുപോലെ തന്നെ നമ്മളൊരു മത്സരത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി വളരെ പ്രഗത്ഭനാണെങ്കിൽ പോലും അതൊന്നും പരസ്യമായി നമ്മുടെ പറയാൻ പാടില്ലല്ലോ. അതൊരു ഒരു എത്തിക്സ്, അതായത് സ്വന്തം പ്രസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് രീതി. പക്ഷെ പുള്ളിക്കാരൻ്റെ അദ്ദേഹത്തെ അന്നത്തെ പ്രസംഗം എന്ന് വെച്ചാൽ ശോഭാ സുരേന്ദ്രന് വലിയ കഴിവുള്ള ഇതൊക്കെയാണ് മീറ്റിംഗ് പ്രസംഗിക്കുന്നത്. ഇതെല്ലാം ആളുകളുടെ ഇടയിൽ ഭയങ്കര ചർച്ചയായി അന്ന് തന്നെ. പിന്നെ ഇദ്ദേഹത്തോട് ആരും വഴക്കിടാൻ പോകാത്തതുകൊണ്ട് അതിനുള്ളൊരു ഊർജ്ജം കളയണ്ടല്ലോ എന്ന് കരുതി അവർ പോയിരുന്നു. എച്ച് സലാമിനെയും സജി ചെറിയാനെയൊക്കെ വിമർശിക്കുന്ന ആരിഫിനെ കുറിച്ച് അങ്ങനെയല്ല, ഞാൻ അദ്ദേഹത്തോട് വിമർശിക്കുന്നുണ്ട്. പരസ്യമായി വിമർശിക്കപ്പെട്ട സന്ദർഭങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെയൊക്കെ സമയം വരുമ്പോഴത്തേക്ക് പിന്നെ പുള്ളി അന്ന് ഈ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു വേർഡിങ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് നമ്മൾ ചിലപ്പോൾ പാർട്ടിക്കകത്തൊക്കെ എല്ലാ ആൾക്കാരും ഒരു വിപുലമായ ഒരു പാർട്ടി ആയതുകൊണ്ട് അത്ര ആൾക്കാർ ചിലപ്പോൾ കടന്നുകൂടുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവരെ ഒഴിവാക്കുകയല്ലേ പാർട്ടിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പല ഉദ്ദേശത്തോടുകൂടി പലരും വരും. പക്ഷെ അങ്ങനെയാണ് പാർട്ടി ആകെ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണ് എന്ന നിലയിലേക്ക് പറഞ്ഞപ്പോൾ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതേ ചൊല്ലി തർക്കം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിൽ. പക്ഷേ എന്നാലും നമ്മൾ ഈ എന്താ പറയുക, മുതിർന്ന ഒരാൾ പാർട്ടിയുടെ വലിയ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം, ദീർഘകാലമായി പാർട്ടിയെ നയിക്കുന്ന ആൾ, ആ ബഹുമാനം കൊടുത്തിട്ടുമുണ്ട്. ആ ബഹുമാനം അങ്ങ് അവസാന ഘട്ടത്തിലൊക്കെ കൊടുത്തു, ഒരു പരിഗണന പ്രത്യേകം കൊടുക്കാൻ ശ്രദ്ധിച്ചു എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട്. അദ്ദേഹം സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷെ പൊതുവിൽ പാർട്ടി ഒരു പരിഗണന, ഒരാള് ആവശ്യം, ഒരു മുതിർന്ന ആൾ ഒരു അർഹിക്കുന്ന ഒരു പരിഗണന ഉണ്ടല്ലോ, അത് ഒന്നുകൂടി കൊടുത്തിരുന്നെങ്കിൽ നിൽക്കുമായിരുന്നു തോന്നുന്നുണ്ടോ? അതായത് അല്ല, പുള്ളിക്ക് മത്സരിക്കണം എന്നുള്ളതാണ് പാർട്ടി ഇത്തവണ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പരിഗണന കൊടുത്താലും ഇല്ലെങ്കിൽ മത്സരിക്കണം എന്നുള്ളതാണ് പരിഗണന. വെച്ചാൽ മത്സരിക്കുന്നതൊഴിച്ചൊരു പരിഗണനയും പുള്ളിക്ക് സ്വീകാര്യമായിരുന്നില്ല. അവിടെയാണ് പ്രശ്നം. സീറ്റിൽ കുറഞ്ഞ ഒരു പരിഗണനയായി പുള്ളി കാണുന്നില്ല. പുള്ളിയുടെ പ്രശ്നം അതാണ്, മത്സരിക്കണം. ആ പുള്ളി സാധാരണഗതിയിൽ CPM-ന്റെ ചരിത്രത്തിൽ ഒരാൾ പോലും സന്നദ്ധത അറിയിച്ചു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കാറില്ല. ഇന്ന് വരെ എൻ്റെ ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ 40 വർഷമായിട്ട് CPM നിൽക്കുന്നതാണ്. ഇന്ന് വരെ ഒരാൾ പോലും ഞാൻ മത്സരിക്കാൻ സന്നദ്ധനാണ് എന്നുള്ള സന്നദ്ധത അറിയിച്ചു കേന്ദ്ര അഖിലേന്ത്യാ സെക്രട്ടറി എന്നൊക്കെ ഒരു വാർത്ത കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ CPM പോലുള്ളൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക, അതിൻ്റെ ഒരു സംഘടനാ സ്ട്രക്ചറിൽ അത്രയും പറയാൻ പാടില്ലാത്തതാണ്. എന്നിട്ടും പാർട്ടിക്കാരും എന്ത് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ പുള്ളിയല്ലേ പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിലൊരു എന്താ പറയുക, പുള്ളിക്കൊരു എക്സ്ട്രാ കൺസെഷൻ. നമ്മൾ ചിലപ്പോൾ പണ്ട് കാലത്തൊക്കെ VS-ന് കൊടുത്തുകൊണ്ടിരുന്ന ഒരു കൺസെഷൻ ഉണ്ടല്ലോ. ചില സന്ദർഭങ്ങളിൽ VS അങ്ങനെ ഓപ്പണായി പാർട്ടിക്കകത്തെ വിഷയങ്ങളിലൊക്കെ ചില സന്ദർഭങ്ങളിൽ പ്രതികരിക്കാറുണ്ട്. പക്ഷെ VS-ന് അത് പറയാനുള്ളൊരു കൺസെഷൻ പാർട്ടിയിൽ ആകെ കൊടുത്തു. എന്താ, ആ ഒരു ബഹുമതി, തത്തുല്യമായ ബഹുമതി ഇല്ലെങ്കിലും അത് കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ പുള്ളി അതെല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്നത് ഇപ്പോൾ പുള്ളിയുടെ സ്റ്റെപ്സ് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത്. 100%. അതെനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല, വളരെ നേരത്തെ തന്നെ നെക്സസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് ലക്ഷണങ്ങൾ. അതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അതൊക്കെ എനിക്കറിയാവുന്നതാണ്. ആലുവയിലേക്ക് വന്നാലേ ഇവിടുത്തെ MLA-യും ചില നെക്സസുകളുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നതെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ? അങ്ങനെ ഒരു ആക്ഷേപം. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തെ വ്യക്തിപരമായി കുറ്റപ്പെടുത്താനൊന്നും ഞാനിപ്പോൾ മുതിരുന്നില്ല. പല കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എന്നോട് വളരെ അടുത്ത് അദ്ദേഹത്തെ നന്നായി അറിയാവുന്നവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വിവരം ഞാനിപ്പോൾ പറഞ്ഞൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു കൊണ്ടുണ്ട്. ആ സൂചനകൾ പല തരത്തിലുള്ള പിന്നെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുറേ അധികം ഫാക്ട്സും ഉണ്ടെന്നുണ്ട്. പക്ഷെ അത് ഞാനിപ്പോൾ ഒരു ആക്ഷേപമായി ഉന്നയിച്ച് അല്ലെങ്കിൽ എന്താ പറയുക, വ്യക്തിപരമായ ഒരു ഞാൻ അദ്ദേഹത്തിന് നല്ല അടുപ്പമാണ്, സ്നേഹമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു അധാർമികതയുടെ അംശങ്ങളുണ്ട് എന്ന് പറയുന്നതിൽ പ്രശ്നമുണ്ടോ? അല്ലാതെ ഞാൻ ക്യാമ്പയിൻ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഉണ്ടോ? അങ്ങനെ ഉണ്ട് എന്ന് പലരായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാനൊന്നും പോയില്ല. അതിപ്പോൾ പറഞ്ഞ് എൻ്റെ തോന്നലുകൾ എനിക്ക് ബോധ്യമാകാത്തൊരു കാര്യം പൂർണ്ണമായും ഇനി ബോധ്യമായാൽ തന്നെയും ഇപ്പം അത് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ആലുവ പിടിക്കും. ഒരു അട്ടിമറി ഉണ്ടാകും എന്നാണ് AM ആരിഫ്. അതാണ് ഗൗരവമേ അട്ടിമറിച്ച LDF-ന്റെ യുവ തുർക്കിയായിരുന്നു. പിന്നീട് ഇപ്പോൾ ആലുവ എന്ന UDF കോട്ടയിൽ വരുന്നു. 10,000 ഭൂരിപക്ഷം എന്ന് തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് AM ആരിഫ്. മിനിമം എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജീഷിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടൻ, റിപ്പോർട്ടർ, കൊച്ചി.